അപ്പോൾ ഞാനുണ്ടല്ലേ ഇന്നൊരു ബെസ്റ്റ് ഹെയർ ഓയിൽ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നതിലേറ്റ്. അപ്പോൾ ചില ആൾ മുടി ഹെയർ ഫോൾസ്, മുടിയിൽ താരനും ഡാൻഡ്രഫ് എല്ലാം ഉണ്ടവർക്ക് ബെസ്റ്റ് ഒരു സൊല്യൂഷനാവും ഈ ഹെയർ ഓയിൽ. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഉണ്ടാക്കിയിട്ടായിട്ട് യൂസ് ആക്കുന്ന മെത്തേഡ് എന്തെന്ന് വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലേ. അപ്പോൾ ഹെയർ ഓയിൽ വീക്ക്ലി 4 days യൂസ് ആക്കുക. നല്ല രീതിക്ക് മുടീൻ്റെ ഇടയിലും മുടീൻ്റെ താഴെ ഫുൾ ലെങ്ത്ത് ഹെയർ യൂസ് ആക്കുക. അത് യൂസ് ആക്കിയിട്ടായിട്ടുണ്ടല്ലേ നമുക്ക് പങ്ങല വാഷാക്കിയിട്ട് എടുക്കണം. ഹെയറിൻ്റെ ഒരു തുള്ളി പോലും നമ്മൾ ഹെയറിലുണ്ടാവാൻ പാടില്ല ഓയിൽ. അപ്പോൾ അതുപോലെ നമുക്ക് നല്ല വാഷാക്കിയിട്ട് എടുത്തിട്ടാകുമ്പോൾ നല്ല ഡ്രൈ ആക്കിയിട്ടെല്ലാം എടുക്കാം. അങ്ങനെ വീക്ക്ലി 4 times എല്ലാം യൂസ് ആക്കിയാൽ നല്ല റിസൾട്ട് കിട്ടും. ഉറപ്പായിട്ടും നല്ല റിസൾട്ടായിട്ടുണ്ടാവും. ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോളിനും നല്ലൊരു റിസൾട്ടാവും. അപ്പോൾ അലോവേര, ഉലുവ, തുളസി ഇല, മുരിങ്ങ ഇല, ചെമ്പരത്തിപ്പൂ, ചെമ്പരത്തി ഇല. അപ്പോൾ ചെമ്പരത്തിപ്പൂ നിങ്ങൾക്ക് വൈറ്റ് കിട്ടിയെങ്കിലും നല്ലത് തന്നെ. ഈ റെഡിൻ്റെ ഒക്കെ വൈറ്റും ഇടാവും. പിന്നെ ബേ ലീവ്സ്, കറി ലീവ്സ്, പിന്നെ ഞാനിതിൽ കുറച്ച് ഒലിവ് ഓയിലും ആഡ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഈ വീഡിയോയിൽ ആഡ് ആയിട്ടാണ്. അപ്പോൾ ഒലിവ് ഓയിൽ ഉണ്ടവർക്ക് ഒലിവ് ഓയിൽ ഇടാം, ബദാം ഓയിൽ ഉണ്ടവർക്ക് ബദാം ഓയിലും ഇടാം ഇതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ നല്ല ഫ്രഷ് തേങ്ങ എണ്ണ എടുക്കണോ, നല്ല ഒറിജിനുണ്ട് ഫ്രഷ് തേങ്ങ എണ്ണ എടുത്തിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ കാച്ചിട്ട് എടുക്കണം നമുക്ക്. ഉലുവ നമുക്ക് കുറച്ച് അധികം എണ്ണ ഇട്ടിട്ട് കൊടുക്കും. അലോവേര ഉണ്ടല്ലേ ലാസ്റ്റൊക്കെ നമുക്ക് കട്ടാക്കിയിട്ടിടാം. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ലാസ്റ്റ് കട്ടാക്കിയിട്ടിടാം. അപ്പോൾ ഡബിൾ ബോയിൽ ആക്കണമെന്നില്ല. ഞാനിവിടെ ഡബിൾ ബോയിൽ അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഉണ്ടല്ലേ ഓയിൽ 2 days നമ്മൾ പുറത്ത് തന്നെ വെക്കുക. അതേ ചട്ടിയിൽ അതേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒപ്പം തന്നെ വെക്കണം. എന്നെങ്കിൽ അപ്പോൾ അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സ് എല്ലാം അതിൽ ഇറങ്ങിയിട്ട് നല്ലൊരു ഇതായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഈ ഓയിലിനെ ഒരു നല്ലൊരു കുപ്പിയിലേക്കെല്ലാം ഇട്ടിട്ട് വെക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കണേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ആക്കാം. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ട്രൈ ആക്കിയിട്ട് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം.